ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ പറഞ്ഞ മാല മറ്റന്നാള് കൊണ്ടുവരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും കൊണ്ടുവരും അമ്മ. അത് ഇവിടെ തന്നെ ഉണ്ട്, അമ്മയുടെ കയ്യിലാ. മറ്റന്നാളാണ് വിവാഹ നിശ്ചയം, അറിയാലോ? അറിയാം. ഇത്രയും നാളും ചന്ദ്രലേഖയെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ശരിക്കും ഭംഗിയായിട്ട് തന്നെ ചന്ദ്രലേഖ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിലൊക്കെ ഏറ്റവും വലുത്. അർജുന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതിലുപരി എന്റെ ഏറ്റവും വലിയ സ്വപ്നവുമാണത്. ഇത്തവണ ചന്ദ്രലേഖ ഒറ്റയ്ക്കല്ല, ഇവനും ഉണ്ടാവും. ഈ വീട്ടിലെ മുഴുവൻ അലങ്കാരങ്ങൾ, വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ, ഭക്ഷണം, അങ്ങനെ വേണ്ടതൊക്കെ നിങ്ങൾ രണ്ടുപേരും മുൻകൈയെടുത്ത് ചെയ്യണം. ആഡംബരം എത്ര വേണമെങ്കിലും ആവാം. അതിന് എത്ര ആളെ വേണോ നിങ്ങൾക്ക് സഹായത്തിനും വെക്കാം. അതായത് ഇതിനൊക്കെ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ തിരിച്ച് എന്നോട് എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത വിധത്തിൽ വേണം എല്ലാം ചെയ്യാൻ. നല്ല ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കാതെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം തകർക്കരുത്. മനസ്സിലായല്ലോ? ആ, ചന്ദ്രലേഖ വന്നേ. വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. വാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മറ്റന്നാ വിവാഹ നിശ്ചയത്തിന് അർജുൻ സാറിന്റെ അനിയനില്ലേ, ആ വഷളൻ ഗുണ്ട, അയാള് വരുവോ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഉറപ്പായിട്ടും വരും. പുള്ളിക്കാരൻ ചിലപ്പോ തന്നെ പിടിച്ച് വിരട്ടും. എന്തിന്? തന്നെ കണ്ടിട്ടില്ല ഇതുവരെ. എവിടുന്ന് വന്നു, എന്തിനു വന്നു, ഇവിടെ എങ്ങനെ എത്തി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോ എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ, എന്റെ കാര്യം പോക്കാം. താൻ പേടിക്കണ്ട, ഭഗവാനുണ്ടല്ലോ. അർജുൻ സാറിന്റെ അനിയൻ വന്നാ എന്റെ കാര്യം മുഴുവൻ മനസ്സിലാക്കിയ ആ മണിമാല നഷ്ടപ്പെടും. ഞങ്ങള് പിടിക്കപ്പെടും. പാടില്ല, അയാൾ ഞങ്ങളെ കാണരുത്. ഹലോ സർ. താനത് എവിടെയാ? ഇന്ന് കോളൊന്നും കണ്ടില്ല. ഞാൻ ഫ്ലാറ്റിലുണ്ട് സർ. ചെറിയൊരു ജലദോഷം, അതുകൊണ്ട് എങ്ങും പോയില്ല. വയ്യേ? ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ? അയ്യോ, അതൊന്നും സാരമില്ല സർ. ടാബ്ലറ്റ് കഴിച്ച് കിടക്കുക ഞാൻ. എങ്കിലേ താൻ റെസ്റ്റ് എടുക്ക, ഞാൻ പിന്നെ വിളിക്കാം. അച്ഛനും അമ്മയും വന്നില്ലേ? അവര് ക്ഷേത്രത്തിൽ പോയിരിക്ക. അവിടെ എന്തോ പൂജ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ താൻ വെച്ചോ, വയ്യാതിരിക്കല്ലേ, അധികം സംസാരിക്കണ്ട. ഐശ്വര്യാണോ? അതേമേ. ഫോണും തന്നെ. മോളെ, എന്തുപറ്റി? വയ്യേ? അമ്മ, ചെറിയൊരു ജലദോഷം. ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്, മാറിക്കോളൂ. ഞാൻ മോളെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു.
അമ്മ പറഞ്ഞ ആ മാല മറ്റന്നാള് കൊണ്ടുവരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും കൊണ്ടുവരും അമ്മ. ആ അത് ഇവിടെ തന്നെ ഉണ്ട്, അമ്മയുടെ കയ്യിലാ. ഞാൻ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം. അതറിയാനാ ഞാൻ വിളിക്കാനിരുന്നതും. മോള് വരുമ്പോ കൊണ്ടുവന്നാ മതി. ആ, മോള് പോയി കിടന്നു, വയ്യാതിരിക്കല്ലേ, നല്ലോണം റെസ്റ്റ് എടുത്തു. അതെ, ഞാൻ അവനോട് പറഞ്ഞേക്കാം. ശരി അമ്മ. ശരി മോളെ. അതെ, ആ നിങ്ങൾ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? എന്ത് കാര്യം? അർജുനും ആ മറ്റേ പെണ്ണുമായിട്ടുള്ള നിശ്ചയം അവര് തീരുമാനിച്ചു. വിവാഹം ഉടനെ ഉണ്ടെന്ന്. ആ, നീ ഒന്ന് പതുക്കെ പറഞ്ഞീരൂ. മോള് കേട്ടാൽ അവർക്ക് വിഷമിക്കാൻ പിന്നെ അത് മതി. ഇതൊക്കെ ഇനി അവിടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. അവളുടെ തെറ്റല്ലല്ലോ ഇതൊന്നും. അറിവ് വെച്ചപ്പോ മുതല് നിന്റേതാണെന്നും പറഞ്ഞ് അവളുടെ മനസ്സിൽ കുത്തിവെച്ചതല്ലേ ഇത്? എല്ലാം കൂടി ഓർത്ത് മനപ്രയാസത്തില് ആ കുട്ടി എന്തെങ്കിലും ചെയ്തു കളയോന്ന് എന്റെ പേടി. അങ്ങനെ എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ എല്ലാത്തിനെയും വെട്ടി നുറുക്ക് ഞാൻ. നോക്കിക്കോ. ഇതൊന്നും മുടക്കാനൊരു വഴിയും കാണുന്നില്ലല്ലോ. ചെറിയ കള്ളമൊന്നും പറഞ്ഞാൽ നിൽക്കില്ല. അത്രയും വലിയ കാര്യം ഉണ്ടെങ്കിലേ പറഞ്ഞ് മുടക്കാൻ പറ്റൂ. കുഞ്ഞോളാണെങ്കിൽ ഇത് മുന്നിൽ നിന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുക. ആ പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണവുമില്ല. നിരു, ഞാനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ കുറ്റം പറയുമല്ലോ. ആ, എന്തെങ്കിലും വഴി നീ കൂടി ആലോചിക്കുക. ചിലപ്പോ ഒറ്റ ബുദ്ധിക്ക് ഓണത്താണെങ്കിലോ. ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കോ കൂടിയിരുന്ന് ആലോചിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കാര്യം നടക്കണം. അർജുൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മകളെ ആയിരിക്കണം. അല്ലെങ്കിൽ അവൻ കെട്ടണ്ട, അവനവിടെ നിൽക്കട്ടെ. കുറിപ്പിടുന്നുണ്ട്. ആ, പറയട കുറിപ്പ്. അണ്ണ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ കാര്യമായിട്ട് അന്വേഷിച്ചു. ഏത് കാര്യം? മറ്റേ ലവനെ ലവളെ പറ്റിയേ, അത് ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു. ഓ, മറ്റേ കാര്യം എന്നിട്ട് പറ. അണ്ണാ, ആൾ അതാണെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ അണ്ണൻ തന്ന ഫോട്ടോയിട്ട് നല്ല രൂപസാദൃശ്യമുണ്ട്. നിങ്ങൾ ഇവിടം വരെ ഒന്ന് വന്നാ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ നമ്മുടെ വട്ടിയൂർക്കാവ് മുസ്ലിം പള്ളിക്കടുത്ത്. ആ വളവില്ലേ, ഓട്ടോ സ്റ്റാൻഡേ.